കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ സംഭവത്തിൽ ഈ കവർന്ന പണം കൊണ്ട് ഏലക്ക വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റീൽ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി തട്ടിയ പണത്തിൽ 14 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിയ ഏലക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി മുരിക്കശ്ശേരി സ്വദേശി ലെനിനാണ് ഏലക്ക വാങ്ങിയത്. കേസിലെ 1-ാം പ്രതി ജോജിയുടെ സുഹൃത്താണ് ലെനിൻ. ബിനിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ബിനിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു ഏലക്ക വാങ്ങിയതൊക്കെയാണ് ഇപ്പോൾ കഥയിലേക്ക് വരുന്നത്. എന്താണ് ഇതിൽ പോലീസ് പറയുന്നത്? നമുക്ക് കൗതുകമൊക്കെ തോന്നും എങ്കിൽ പോലും പക്ഷേ ഇത് കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ് എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ്. എവിടെ വരെ എത്തിയ അന്വേഷണം? പൂജ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുമെങ്കിലും ഈ കേസിന് വലിയ ഗൗരവമുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം കൊച്ചിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. കുണ്ടന്നൂരിൽ ഒരു സ്റ്റീൽ വ്യാപാരിയെ കഴിഞ്ഞ ദിവസമാണ് തോക്ക് ചൂണ്ടി കവർ ചെയ്ത് 81 ലക്ഷം രൂപ കൊണ്ടുപോകുന്നത്. ആ പണത്തിൽ നിന്ന് 14 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ പ്രതികൾ ഏലക്ക വാങ്ങുകയായിരുന്നു. ആ ഏലക്ക ഒരു വീട്ടിൽ സംഭരിച്ചിരുന്നു. അത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി ലെനിനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതി, അതായത് 1-ാം പ്രതിയായ ജിജോയുടെ സുഹൃത്താണ് ലെനിൻ. ലെനിനാണ് ഈ 1-ാം പ്രതിയെ ഈ ഏലക്ക തോട്ടത്തിനടുത്ത് ഒരു വീട്ടിൽ ഒളിവിൽ കഴിയാൻ സഹായിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക പങ്ക് ലെനിനുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ലെനിൻ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ 2 ഘട്ടമായി ഏതാണ്ട് 10ഓളം പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഏതാണ്ട് പണമായിട്ട് 53 ലക്ഷത്തോളം രൂപ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി 14 ലക്ഷം രൂപയുടെ ഏലക്കയും പിടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പൈസ കൂടി ഈ പ്രതികൾ പല രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ട്, ആ ഹോട്ടൽ ബില്ലായിട്ട് കുറേ പണം മുടക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പൈസ റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം പണവും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ കേസിൻ്റെ ഗൗരവം ആംഗിൾ ഇതല്ല. അതായത് നമ്മുടെ നാട്ടിൽ ഈ നോട്ട് ഇരട്ടിപ്പിനുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ കള്ളപ്പണം കൈവശമുള്ളവർ അത് വൈറ്റ് മണിയുള്ള ആളുകളെ സമീപിച്ച് അവർക്ക് പണം നൽകാൻ തയ്യാറാണെന്ന് പറയും. അതായത് ഒരു 50 ലക്ഷം രൂപ നൽകിയാൽ 1 കോടി രൂപ തിരിച്ചു നൽകാമെന്ന രീതിയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അങ്ങനെ ഈ പണം കൈമാറ്റി അത് വെളുപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാർ, അവരെ കണ്ടെത്തി അവരെ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരും ഈ വൈറ്റ് മണിയുള്ള ആളുകളും തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കി ഇടനില നിന്ന് പണം തട്ടുന്ന ഒരു സംഘമുണ്ട് എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം. ഇത് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിൻ്റെ ഇടനിലക്കാർക്ക് ഇത്തരത്തിൽ ഇവർ പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ഇവർ പല ആളുകളെയും ഇത്തരത്തിൽ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് പലയിടത്തും ഈ കള്ളപ്പണമുള്ള ആളുകൾ ആ പണം വെളുപ്പിച്ചെടുക്കാൻ പല രീതിയിൽ പരിശ്രമം നടത്തുന്നു എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു കാര്യവും. ശരി ബിനിൽ.